അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് വേറിട്ട വഴികൾ എന്ന സത്യധാരക്ക് ഈ വിനീതം നൽകിയ ലേഖനത്തിൻ്റെ ഉള്ളടക്കമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ വിഷയം ബാങ്ക് വിളിയാണ്. ഷെയ്ഖുനയ്ക്ക് ബാങ്ക് വിളി അത്രമേൽ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇന്ന് പല ആളുകളും ബാങ്ക് വിളിയെ ഒരു രണ്ടാം നമ്പറായി കാണുന്ന രീതിയുണ്ട്. പള്ളിയിലെ മുഅദ്ദിൻ നാട്ടിൽ പോയാൽ ഖത്തീബിന് ബാങ്ക് വിളിക്കാൻ അറിയാഞ്ഞിട്ടോ സാധിക്കാഞ്ഞിട്ടോ അല്ല, പക്ഷേ ആ സംവിധാനം എന്തോ ഒരു മോശം പരിപാടി പോലെ അതിലേക്ക് തയ്യാറാവാത്ത ചില ഇടങ്ങളൊക്കെ കാണാനിടയാകാറുണ്ട്. മുദരിസായതിൻ്റെ പേരിലോ ഖത്തീബായതിൻ്റെ പേരിലോ ബാങ്ക് വിളിക്കാൻ ഇത്രത്തോളം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഏതായാലും ഷെയ്ഖുനയുടെ വേറിട്ട വഴികളിൽ ഇത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു പള്ളിയിൽ ചെന്നാൽ മുഅദ്ദിൻ സമ്മതം നൽകുകയാണെങ്കിൽ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ഉസ്താദ് തയ്യാറാകുമായിരുന്നു. മാത്രമല്ല, യാത്രകളിലും മറ്റും നിസ്കരിക്കാനിറങ്ങിയാൽ ആദ്യമായി ഉസ്താദ് ബാങ്ക് വിളിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ബാങ്ക് വിളിയെ എപ്പോഴും സ്വയം ഏറ്റെടുത്ത് അതിൻ്റെ ആ ഉന്നതമായ സുന്നത്തുകളൊക്കെ പാലിച്ച് കൃത്യമായി നിർവഹിക്കുന്ന രൂപമാണ് ഷെയ്ഖുനയിൽ നിന്ന് പലപ്പോഴും കാണാൻ ഇടവന്നിട്ടുള്ളത്. ഇത് വലിയ ഒരു മഹത്വമുള്ള കാര്യമാണ്. ബാങ്ക് വിളി അത്ര ചെറിയ കാര്യമേ അല്ല. ഖിയാമത്ത് നാളിൽ തല ഉയർത്തി നിൽക്കുന്നവർ മുഅദ്ദിന്മാരാണ്, ബാങ്ക് വിളിക്കുന്നവരാണ്. ശമ്പളം കൊണ്ടും സ്ഥാനം കൊണ്ടും ഖത്തീബിനോളം എത്തുന്നില്ലെങ്കിലും നാളെ ആഖിറത്തിൽ വലിയ പദവികൾ അവർക്ക് അള്ളാഹു നൽകുന്നുണ്ട്. മുഅദ്ദിൻ്റെ ശബ്ദം ഏതെല്ലാം ദിശകളിലേക്ക് ബാങ്ക് വിളിയിലൂടെ എത്തുന്നുണ്ടോ അവിടെയുള്ള മുഴുവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളും മുഅദ്ദിനു വേണ്ടി പ്രാർത്ഥിക്കുകയും സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഷെയ്ഖുനയുടെ ഈ വേറിട്ട വഴികളിൽ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ഈ ബാങ്ക് വിളിയോടുള്ള താല്പര്യവും സ്വയം അത് ഏറ്റെടുത്ത് നിർവഹിക്കുന്നതുമാണ്.